അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഞങ്ങളിപ്പോൾ ഉള്ളത് ചരിത്ര പ്രസിദ്ധമായ ഡൽഹി ജുമാ മസ്ജിദിലാണ്. നിങ്ങൾ കണ്ടവരുണ്ടാകും, കാണാത്തവരുണ്ടാകും. പഴയ കാലത്ത് നമ്മളെ ഇന്ത്യ മുഗളന്മാർ ഭരിച്ചിരുന്ന സമയത്ത് വലിയ വലിയ ചക്രവർത്തിമാർ നമ്മുടെ രാജ്യം ഭരിച്ചിട്ടുണ്ട്. അന്ന് നമ്മുടെ രാജ്യത്തിന് അഭിമാനിക്കാൻ പര്യാപ്തമായ ധാരാളം അടയാളങ്ങൾ നമ്മുടെ രാജ്യത്ത് അവരുണ്ടാക്കിയിടുകയും അതിൽ ധാരാളം അടയാളങ്ങൾ ഇന്നും താജ്മഹൽ പോലെ, ചെങ്കോട്ട പോലെ, കുത്തബ് മിനാർ പോലെ, ഡൽഹി ജുമാ മസ്ജിദ് പോലെ, ഇന്ത്യ ഗേറ്റ് പോലെ ധാരാളം പഴയകാല ഭരണാധികാരികൾ ചെയ്തു വെച്ച അടയാളങ്ങൾ ഇന്നും ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ പര്യാപ്തമായ രീതിയിൽ തിളങ്ങി നിൽക്കുകയാണ്. അനേകം ജനങ്ങളാണ് അത് കാണുവാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഡൽഹി ജുമാ മസ്ജിദിൻ്റെ മുമ്പിലാണ്. ധാരാളം കച്ചവടക്കാരുണ്ട്, ധാരാളം സന്ദർശകന്മാരുണ്ട്. തിരൂര് സ്വലാത്തിൻ്റെ ഗ്രൂപ്പിലുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്, ഡൽഹി ജുമാ മസ്ജിദ്, അതിൻ്റെ കവാടം, അതിൻ്റെ സ്റ്റെപ്പുകൾ, അതിൻ്റെ നാല് ഭാഗത്തുമുള്ള അലങ്കൃതമായ മതിൽക്കെട്ടുകൾ, അതിൻ്റെ ഉൾഭാഗം, അതിൻ്റെ ഹൗള് എല്ലാം ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇത് നിങ്ങൾ ശരിക്കും കാണുക, കാണാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഞാൻ ഡൽഹി ജുമാ മസ്ജിദിലേക്ക് ക്ഷണിക്കുകയാണ്. ഇത് ഡൽഹി ജുമാ മസ്ജിദിലേക്ക് കടക്കുന്ന ഗേറ്റാണ്. ബാബു ഷാജഹാൻ ചക്രവർത്തിയുടെ പേരിലാണ് ഗേറ്റ് ഉള്ളത്. ഗേറ്റ് നമ്പർ 2ആണ്. അപ്പുറത്ത് ഗേറ്റ് നമ്പർ 1 ഉണ്ട്, ഇത് ഗേറ്റ് നമ്പർ 2ആണ്. ഇവിടെ ധാരാളം കച്ചവടക്കാരുണ്ട്, അതൊക്കെ ഈ വീഡിയോയിൽ. ഇത് ഡൽഹി ജുമാ മസ്ജിദിലേക്ക് പോകുന്ന സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പുകൾ മുഴുവനും കയറിയതിൻ്റെ ശേഷം മുകളിലാണ് ഡൽഹി ജുമാ മസ്ജിദ് ഉള്ളത്. ഇങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകൾ കയറി വന്നാൽ അലങ്കൃതമായ, കാണാൻ നല്ല അഴകുള്ള രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. എന്നും ഒരു ഇന്ത്യക്കാരന് അഭിമാനിക്കാവുന്ന രീതിയിലുള്ള നിർമ്മാണങ്ങളും പഴയകാലത്ത് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ് ഇതൊക്കെ ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതൊക്കെ എല്ലാവർക്കും നേരിട്ട് വന്ന് കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിസാമുദ്ദീൻ ഔലിയയുടെ മക്ബറയും പരിസരവും ഡൽഹി ജുമാ മസ്ജിദും പരിസരവും ഒക്കെ എൻ്റെ ഗ്രൂപ്പിലുള്ള എൻ്റെ കുടുംബങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ കാരണം. ഇൻഷാ അല്ലാഹ്, ഇതാണ് അങ്ങോട്ട് പോകുമ്പോഴുള്ള കവാടം. ആ തലക്കുന്ന് ആരംഭിക്കുകയാണ്. ഇങ്ങനെ വിശാല, ഇത് ഡൽഹി ജുമാ മസ്ജിദ് അല്ല കേട്ടോ, ഡൽഹി ജുമാ മസ്ജിദിലേക്ക് പോകുന്ന കവാടാണത്. കവാടം തന്നെ ഇത്ര മനോഹരമാണെങ്കിൽ ഇതുള്ള കവാടമാണ്. നമുക്ക് കവാടത്തിൽ പ്രവേശിക്കാം. ഇങ്ങോട്ട് കയറുമ്പോൾ ചെരുപ്പ് ധരിക്കാൻ പാടില്ല, ചെരുപ്പോട് ഊരി വെക്കണം എന്നാണ് ഇവിടുത്തെ ഈ ആളുകൾ പറയുന്നത്. നമ്മൾ ചെരുപ്പൊക്കെ ഊരി വെച്ചു. ഡൽഹി ജുമാ മസ്ജിദ് ഷബീ ഉസ്താദുണ്ട്. ഇതാണ് നമ്മുടെ രാജ്യം ഭരിച്ച മുഗളന്മാർ നമുക്ക് മുമ്പിൽ പഴയ കാലത്ത് അലങ്കൃതമായി പണിതീർത്ത ഡൽഹി ജുമാ മസ്ജിദ്. നല്ല കൊബ്ബകളെ കൊണ്ടും അലങ്കൃതമായ മുനാരങ്ങളെ കൊണ്ടും നിർമ്മിക്കപ്പെട്ട, പഴയകാല പ്രതാപത്തിലും പുതിയ കാല പ്രൗഢിയിലും ഏതൊരു ഇന്ത്യൻ പൗരനും അഭിമാനിക്കാവുന്ന അടയാളങ്ങളുടെ അടയാളമാണ് താജ്മഹൽ പോലെ, കുത്തബ് മിനാർ പോലെ, ചെങ്കോട്ട പോലെ, ഇന്ത്യ ഗേറ്റ് പോലെ, പാർലമെൻറ്റ് മന്ദിരം പോലെ ഇവിടെ വരുന്നവർക്ക് കാണാൻ അഴകുള്ള ഡൽഹി ജുമാ മസ്ജിദ് നിങ്ങൾക്ക് കണ്ണിറെ കാണാൻ വോയിസ് ഓഫ് അബീസ് ചെയ്യുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഒരു അവസരം ഉണ്ടാക്കുകയാണ്. ഇൻഷാ അല്ലാഹ്, നിങ്ങൾക്ക് എല്ലാ ഭാഗവും കാണിച്ചു തരാം. നിറഞ്ഞ കണ്ണുകളോടെ നിങ്ങളിത് കാണുക.